നമസ്കാരം. ചതുരംഗത്തിലേക്ക് സ്വാഗതം. ശുദ്ധജലം എവിടെയും സുലഭമായി കിട്ടാനുള്ള ഒന്നാമത്തെ പദ്ധതിയാണ് ഇപ്പോഴിവിടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന മഴവെള്ളം സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമുക്ക് ജലക്ഷാമം ഉണ്ടാകുന്നത്. അതിന് 4-5 വീടുകൾ അടുത്തുള്ള സ്ഥലങ്ങളിൽ ചെയ്യാവുന്ന ഒരു സംവിധാനം ആദ്യം പറയാം. പലപ്പോഴും നമ്മൾ വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ ഒഴിവാക്കിയ കിണറുകളുണ്ടാവും. അത്തരമൊരു കിണറിലേക്ക് നമ്മുടെ പുരപ്പുറത്തെ മഴവെള്ളം ഒരു ഹോസ് വഴി ഒഴിക്കുക. തൊട്ടടുത്തുള്ള 4-5 വീടുകളിലെയും വെള്ളം അതേ കിണറിലേക്ക് ഒഴുക്കുക. അപ്പോൾ എല്ലാ മഴയിലെയും പുരപ്പുറത്തെ മഴവെള്ളം നമുക്ക് സംരക്ഷിക്കാനാവും. ഈ വെള്ളം സാവധാനം മണ്ണിലൂടെ അരിച്ച് തൊട്ടടുത്തുള്ള കിണറുകളിലെത്തും. ഭൂജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കും. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇങ്ങനെ ഒരു കിണർ കണ്ടെത്തുക, ആ കിണറിലേക്ക് വെള്ളം ഒഴിക്കുക. ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. കിണറിൽ വെള്ളമൊഴിച്ചാൽ അതുകൊണ്ട് നമുക്ക് ശുദ്ധജലം കൂടുതലായി കിട്ടില്ല. ഉപയോഗിക്കുന്ന കിണറിൽ മഴവെള്ളം ഒഴിക്കുമ്പോൾ ഭൂജലനിരപ്പ് കിണറിനേക്കാൾ താഴെയാണെങ്കിൽ ആ വെള്ളം മണ്ണിലേക്ക് താണുപോകും. എന്നാൽ ഭൂജലനിരപ്പ് ഉയർന്നതാണെങ്കിൽ ഉറവയായി വെള്ളം കിണറിലെത്തുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് പ്രധാനമായി ചെയ്യേണ്ട കാര്യം ഭൂമിയുടെ ജലനിരപ്പ് ഉയർത്തുകയാണ്. എന്നാൽ അമിതമായ ജലചൂഷണത്തിൻ്റെ ഫലമായി മിക്കവാറും പ്രദേശങ്ങളിലെല്ലാം ജലനിരപ്പ് താണുപോയിരിക്കുന്നു. അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒന്നാമത്തെ ശ്രമമാണ് ഇത്. 4-5 വീടുകൾ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ നടപ്പാക്കാനാവും. അങ്ങനെ ഏറ്റവും ശുദ്ധമായ ജലം നമുക്ക് വില കൊടുക്കാതെ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ പൈപ്പ് വെള്ളത്തേക്കാൾ വളരെ നല്ലതാണ് ഇങ്ങനെ നമ്മൾ ശേഖരിക്കുന്ന മണ്ണിലൂടെ അരിച്ചെടുക്കുന്ന ശുദ്ധജലം. മഴവെള്ളം തന്നെ ശുദ്ധമാണ്. അത് ഒരു കിണറിൽ ശേഖരിക്കുകയും മണ്ണിലൂടെ അരിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കിണറുകളിൽ ശുദ്ധമായ ജലം കിട്ടിക്കൊണ്ടിരിക്കും. പുരപ്പുറത്തെ വെള്ളം എത്ര ശുദ്ധീകരിച്ച് കിണറിൽ ഒഴുക്കിയാലും അത് തുടർച്ചയായി മലിനമായിരിക്കും. കാരണം പുരപ്പുറത്ത് നിന്ന് എപ്പോഴും മാലിന്യം ഈ വെള്ളത്തിൽ കലരും. മാത്രമല്ല, ദ്രാവക രൂപത്തിലുള്ള മാലിന്യം നമുക്ക് അരിച്ചു മാറ്റാൻ കഴിയില്ല. നമ്മൾ ഒഴിക്കുന്ന കിണർ വെള്ളം താണു പോകുമ്പോൾ വെള്ളം ശുദ്ധമായ വെള്ളമാണ് അരിച്ച് മണ്ണിലേക്ക് പോകുന്നത്. അതേസമയം ഈ മാലിന്യം കിണറിൽ അവശേഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്ന കിണറിൽ മഴവെള്ളം ഒഴിക്കുന്നത് നമുക്ക് ദോഷമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമില്ല. എന്നാൽ അതേസമയം കുറേ വീടുകളിലെ പുരപ്പുറത്തെ മഴവെള്ളമെല്ലാം ഉപയോഗിക്കാത്ത ഒരു കിണറിലേക്ക് ഒഴുക്കുമ്പോൾ നമുക്ക് ആ വെള്ളമെല്ലാം അരിച്ച് നമ്മുടെ കിണറുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കിണറിലെ വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കും. ഈ വെള്ളം ശേഖരിക്കുന്ന കിണറ്റിൽ മാത്രമേ മാലിന്യമുണ്ടാവൂ. ഇതാണ് ഈ പദ്ധതികൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കുടിക്കാൻ ഏറ്റവും നല്ലത് പച്ചവെള്ളമാണ്. എന്നാൽ ഈ പച്ചവെള്ളം കുടിക്കുന്നത് ശുദ്ധമായിരിക്കണം എന്ന് മാത്രം. അതിന് ശേഖരിക്കുന്ന കിണറുകളിലെ വെള്ളമാണ് പൈപ്പ് വെള്ളത്തേക്കാൾ വളരെ നല്ലത്. അതുകൊണ്ട് ഈ പദ്ധതി പരീക്ഷിച്ചു നോക്കാൻ എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.